ഷോ ഓഫ് ചെയ്യാത്ത ആളുകളെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും, അയ്യോ ഇവരൊക്കെ ലൈഫിൽ പരാജയപ്പെട്ടു പോയെന്നല്ലേ. പക്ഷേ സത്യം അതല്ല. അവർ കളിക്കുന്നത് വേറൊരു കളിയാണ്, ഒരു പക്ഷേ നമ്മളെക്കാൾ സ്മാർട്ടായൊരു കളി. ഈയൊരു സൈക്കോളജിയാണ് അവരുടെ ജീവിതത്തെ ശരിക്കും വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ശരി, നമുക്കിതിലേക്കൊന്ന് ഡീപ്പായിട്ട് നോക്കിയാലോ? അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, എന്താണ് ഈ രണ്ടാമത്തെ കളി? ഇങ്ങനെയൊന്നും പുറത്ത് കാണിക്കാതെ ഒതുങ്ങി ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് കിട്ടുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ കളിയെപ്പറ്റി അറിയുന്നതിന് മുൻപ് നമ്മളെല്ലാവരും കളിക്കുന്ന ആദ്യത്തെ കളി, അതായത് ഈ ഷോ ഓഫിന്റെ കളി എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ചിലപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നുന്നത്? ഇതിനു പിന്നിൽ നമ്മുടെ തലച്ചോറിനകത്ത് നടക്കുന്ന സിമ്പിളായൊരു കെമിസ്ട്രിയുണ്ട്. നമ്മളൊരു പുതിയ ഫോൺ വാങ്ങുമ്പോഴോ ഒരു നല്ല സ്ഥലത്ത് യാത്ര പോകുമ്പോഴോ ആ സന്തോഷം വരുന്നത് ആ ഫോണിൽ നിന്നോ ആ യാത്രയിൽ നിന്നും മാത്രമാണോ? അല്ല, പലപ്പോഴും അത് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ കിട്ടുന്ന ആ ലൈക്കും കമന്റുമില്ലേ, അതാണ് യഥാർത്ഥ കിക്ക്. ഈ ഒരു അംഗീകാരം കിട്ടുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ റിലീസാവും. അപ്പോൾ ഈ പ്രോസസ് ഉണ്ടല്ലോ, അതൊരു ലൂപ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സിമ്പിളാണ്. സ്റ്റെപ്പ് 1, നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നു അല്ലെങ്കിൽ ഒരിടത്ത് പോകുന്നു. സ്റ്റെപ്പ് 2, നേരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. സ്റ്റെപ്പ് 3, ലൈക്കും കമന്റും ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടും, ഒരു പ്രത്യേക സുഖം. പിന്നെന്താ, ആ സുഖം വീണ്ടും വേണം. അപ്പോൾ തലച്ചോറ് അടുത്ത ഹിറ്റിനു വേണ്ടി കൊതിക്കാൻ തുടങ്ങും. പതിയെ പതിയെ നമ്മൾ ആസ്വദിക്കുന്നത് ആ യാത്രയെയോ ഫോണിനെയോ ഒന്നുമല്ല, മറിച്ച് ഈ ഡോപ്പമിൻ കിക്ക് കിട്ടാനുള്ളൊരു ഓട്ടമായി ജീവിതം മാറും. നിങ്ങൾ ഈ ലൂപ്പിൽ പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. ഒന്ന് സത്യസന്ധമായി ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ കാർ വാങ്ങാൻ പോകുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ, അതിന്റെ ഒരൊറ്റ ഫോട്ടോ പോലും എവിടെയും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. എങ്കിൽ നിങ്ങൾക്കിപ്പോഴുള്ള അത്രയും എക്സൈറ്റ്മെന്റ് അപ്പോഴും ഉണ്ടാകുമോ? നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നത് ആ അനുഭവത്തെയാണോ, അതോ അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നതിനെയാണോ? ഈ ഡോപ്പമിൻ ലൂപ്പിൽ നമ്മളൊന്ന് പെട്ടുപോയാൽ പിന്നെ നമ്മൾ അറിയാതെ തന്നെ ഒരിക്കലും ജയിക്കാൻ പറ്റാത്തൊരു മത്സര ഓട്ടത്തിലേക്ക് എടുത്തെറിയപ്പെടും. അതാണ് സാമൂഹിക താരതമ്യം. അവിടെ ഒരു ഫിനിഷിംഗ് ലൈൻ ഇല്ല, ഓട്ടം മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. നിങ്ങൾ പുതിയൊരു രാജ്യത്തേക്ക് പോവുകയാണെന്ന് വെക്കുക. അവിടെ ഒരു കാറ് വാങ്ങുമ്പോൾ നിങ്ങൾ എന്തൊക്കെ നോക്കും? നിങ്ങളുടെ ബഡ്ജറ്റ്, ആവശ്യം, സൗകര്യം, അത്രയുള്ളൂ അല്ലേ? എന്നാൽ ഒരു 10 വർഷം കഴിഞ്ഞ് അവിടെ കുറേ സുഹൃത്തുക്കളും അയൽക്കാരുമൊക്കെയാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലിസ്റ്റിലേക്ക് പുതിയൊരു മാനദണ്ഡം കൂടി വരും. ഇത് വാങ്ങിയാൽ നാട്ടുകാരും കൂട്ടുകാരും എന്ത് വിചാരിക്കും? ഇതാണ് ഈ മത്സര ഓട്ടത്തിന്റെ ഏറ്റവും വലിയ ട്രാപ്പ്. ഇതിൽ നിങ്ങൾക്ക് ഒരിക്കലും ശരിക്കുള്ളൊരു സംതൃപ്തി കിട്ടില്ല. കാരണം നിങ്ങൾ എത്ര നല്ല കാർ വാങ്ങിയാലും ശരി, അതിലും നല്ലൊരു കാർ വാങ്ങുന്ന ഒരാൾ എപ്പോഴും എവിടെയെങ്കിലും ഉണ്ടാകും. അതോടെ നിങ്ങളുടെ സന്തോഷം തീർന്നു. അത് വെറും ഒരു താൽക്കാലിക ആശ്വാസം മാത്രമായി മാറും. അപ്പോൾ ഈ മത്സരയോട്ടത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവർ കളിക്കുന്ന ആ രണ്ടാമത്തെ കളി എന്താണ്? അതാണ് ഈ ഒതുങ്ങി ജീവിക്കുന്നതിന്റെ ശക്തി, അഥവാ ലോ പ്രൊഫൈൽ ലിവിംഗ്. ഇത് തോൽവിയല്ല, ഇതൊരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പാണ്. ഒതുങ്ങിയൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് പരാജയത്തിന്റെയോ കഴിവില്ലായ്മയുടെയോ ലക്ഷണമല്ല കേട്ടോ. നേരെ മറിച്ച് ഈ മത്സരത്തിൽ നിന്ന് സ്വയം പിന്മാറി ആ മാനസിക സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ഒരു കിടിലൻ സ്ട്രാറ്റജിയാണിത്. ഇത് നമ്മളെ സ്ലോ ആക്കുകയല്ല ചെയ്യുന്നത്, നമ്മളെ ഫ്രീ ആക്കുകയാണ്. ഈ കളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തേത്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാത്തതുകൊണ്ട് കിട്ടുന്നൊരു മനസമാധാനമുണ്ട്, അത് വലുതാണ്. പിന്നെ ചുറ്റുമുള്ളവർ പുതിയ ഐഫോൺ വാങ്ങുമ്പോഴും നമ്മുടെ പഴയ ഫോൺ മതി എന്ന് പറയാൻ കാണിക്കുന്ന ഒരു സാമ്പത്തിക പക്വത. അതുമാത്രമല്ല, ആത്മാർത്ഥമായ ബന്ധങ്ങളെ ആകർഷിക്കാനുള്ള കഴിവ്. പിന്നെ അനാവശ്യമായ ശ്രദ്ധയും ചോദ്യം ചെയ്യലും ഒഴിവാക്കൽ. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന്. ഈ പറഞ്ഞ ഗുണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ വരുന്ന മാറ്റം. ഒതുങ്ങി ജീവിക്കുമ്പോൾ നമ്മുടെ സൗഹൃദ വലയം എങ്ങനെയാണ് തനിയെ ഫിൽട്ടർ ചെയ്യപ്പെട്ട് മെച്ചപ്പെടുന്നതെന്ന് നോക്കാം. നമ്മൾ വലിയ സമ്പത്തും സ്റ്റാറ്റസും ഒന്നും പുറമേ കാണിക്കുന്നില്ല എന്ന് വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പണം കണ്ടും പൊങ്ങച്ചം കണ്ടും വരുന്ന ആൾക്കാരില്ലേ, ആ അവസരവാദികൾ, അവർ സ്വാഭാവികമായി നമ്മളിൽ നിന്ന് അകന്നുപോകും. പിന്നെയോ നമ്മളെ നമ്മളായി ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ബന്ധങ്ങൾ മാത്രം ബാക്കിയാവും. ഇതൊരു നാച്ചുറൽ ഫിൽട്ടറിംഗ് പ്രോസസ് പോലെയാണ്. ഹൈ പ്രൊഫൈലായി ജീവിക്കുന്നതിൻ്റെ ഒരു ഡാർക്ക് സൈഡുണ്ട്. നിങ്ങൾ എപ്പോഴും ഒരു സ്പോട്ട്ലൈറ്റിലായിരിക്കും. നിങ്ങൾ എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും അതിനെ വ്യാഖ്യാനിക്കാനും വിധിയെഴുതാനും ആളുണ്ടാകും. തെളിയിക്കപ്പെടാത്ത ഒരു ചെറിയ ആരോപണം മതി അതൊരു പബ്ലിക് വിചാരണയായി മാറുന്നത് നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. ഒതുങ്ങിയൊരു ജീവിതം ഈ അനാവശ്യ ശ്രദ്ധയിൽ നിന്നുള്ള ഒരു രക്ഷാകവചം കൂടിയാണ്. അപ്പോൾ ഈ ഒതുങ്ങിയ ജീവിതം എന്ന കളിയുടെ ഫൈനൽ പ്രൈസ്, ഗ്രാൻഡ് പ്രൈസ് എന്താണ്? അത് മനസ്സിലാക്കാൻ വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ട്.
ഒരിക്കൽ പ്രശസ്ത എഴുത്തുകാരായ കേർട്ട് വോണഗട്ടും ജോസഫ് ഹെല്ലറും ഒരു കോടീശ്വരന്റെ പാർട്ടിയിൽ പങ്കെടുത്തു. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് വോണഗട്ട ഹെല്ലറിനോട് ചോദിച്ചു, ഹേയ്, നമ്മുടെ ഈ ഹോസ്റ്റ്, പുള്ളി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയ പണം നിങ്ങളുടെ പുസ്തകങ്ങൾ ജീവിതകാലം മുഴുവൻ വിറ്റ് കിട്ടിയതിനേക്കാൾ കൂടുതലാണ്. ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? എന്നാൽ ഹെല്ലർ വളരെ കൂളായി ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്റെ കയ്യിലൊന്നുണ്ട്. അത് ആ കോടീശ്വരന്റെ കയ്യിലില്ല. അദ്ദേഹത്തിന് അത് ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. വോണഗട്ട് അത്ഭുതപ്പെട്ടു. ഒരു കോടീശ്വരൻ ഇല്ലാത്ത എന്ത് കാര്യമാണ് ഒരു എഴുത്തുകാരന്റെ കയ്യിലുണ്ടാവുക? ഹെല്ലർ തുടർന്നു, എനിക്ക് മതി എന്ന അറിവ്. ആലോചിച്ചു നോക്കൂ, ഇതാണ് ഈ രണ്ടാമത്തെ കളിയുടെ, ഈ ഒതുങ്ങി ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സമ്മാനം. കോടികൾ ഉണ്ടാക്കിയിട്ടും ഇനിയും വേണമെന്ന് പറഞ്ഞു ഓടുന്ന ആ കോടീശ്വരന് ഒരിക്കലും കിട്ടാത്ത ഒന്ന്. എവിടെയാണ് നിർത്തേണ്ടത്, എനിക്കിത് മതിയെന്ന് സ്വയം പറയാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അത് പണത്തേക്കാളൊക്കെ എത്രയോ വലുതാണ്. ഈ കഥ ശരിക്കും നമ്മളെല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെയും മറ്റുള്ളവരുടെയും സമ്മർദ്ദങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സംതൃപ്തിയുടെ, ആ മതി എന്ന വാക്കിന്റെ സ്ഥാനം എവിടെയാണ്? ഒന്നാലോചിച്ച് നോക്കൂ.